ആപ്കി അദാലത്തിൽ പ്രൊഡ്യൂസർ ഡയറക്ടർ മഹേഷ് ഭട്ടിനെതിരായിട്ടുള്ള കുറ്റാരോപണം. ഒരു ഗാങ്സ്റ്റർ കുറ്റം ആരോപിച്ചിരിക്കുന്നു. അതായത് ഇദ്ദേഹത്തിനും ദാവൂദിനും ബന്ധമുണ്ട് എന്ന്. മഹേഷ് ഭട്ട് സർ ഗാങ്സ്റ്റർ രവി പൂജാരിയുടെ കുറ്റാരോപണം. അദ്ദേഹം കണക്ഷൻ ഉണ്ടെന്നല്ല പറഞ്ഞിരിക്കുന്നത്, നേരിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ് ദാവൂദ് ഇബ്രാഹിമിനും ഛോട്ടാ ഷക്കീലിനും താങ്കൾ ജോലി ചെയ്യുന്നെന്ന്. നിങ്ങൾക്കറിയാമല്ലോ, പട്ടാപ്പകൽ നല്ല സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരുടെ വീട്ടിൽ കയറി വെടിവെക്കുന്നു. അതിനുശേഷം ദേശീയ തലത്തിൽ ആ മനുഷ്യനെ വളരെയധികം അപമാനിക്കുന്നു. അയാൾ അണ്ടർവേൾഡുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്, ദാവൂദ് ഇബ്രാഹിമുമായി കണക്ഷനുണ്ട് എന്നും പറയുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആരെയും പേടിക്കാതെ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു പറയുന്നു. അതുകൊണ്ടാണ് മറ്റുള്ളവർ എനിക്ക് അണ്ടർവേൾഡുമായി ഇപ്പോൾ കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നത്. ഞാനത് അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. ആ മനുഷ്യൻ വിദേശത്തിരുന്നു കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ നേരെ വെടിവെക്കാൻ ശ്രമിക്കുന്നു. അതിനുശേഷം ഞാൻ സാക്ഷിയെ കാണിക്കണമെന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. കണ്ടില്ലേ, എൻ്റെ മുന്നിൽ ഇപ്പോൾ ജനങ്ങൾ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എൻ്റെ കണ്ണിൽ നോക്കി പറയൂ, നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നതെന്ന് പറയൂ. കാരണം എനിക്ക് ജനങ്ങളുടെ മേൽ വിശ്വാസമുണ്ട്. ഇവരുടെ കണ്ണുകളിൽ എനിക്ക് വിശ്വാസമുണ്ട്, കാരണം ഇവരുടെ കണ്ണുകളിൽ ശക്തിയുണ്ട്. എന്റെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ പറയൂ, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിപ്പുണ്ട്, ഇയാൾ ഒരു സാമൂഹ്യ ദ്രോഹിയാണോ എന്ന്. എന്നെ കണ്ടാൽ അണ്ടർവേൾഡിന് വേണ്ടി ജോലി ചെയ്യുന്ന ആളോട് തോന്നുന്നുണ്ടോ? ഇത്ര ആത്മവിശ്വാസത്തോടെ ഞാനിത് പറയണമെന്നുണ്ടെങ്കിൽ കാരണം എന്റെ ജീവിതം ഇതുവരെയായിട്ട് ഒരു തുറന്ന പുസ്തകം തന്നെയാണ്. ഞാൻ ഇതുവരെയായിട്ട് ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല. ഇത് നിങ്ങളുടെ കടമയാണ്, 100 കോടി ഇന്ത്യക്കാരുടെ കടമ. ഒരു നിയമത്തെ സംരക്ഷിക്കുന്ന ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ കടമ. പക്ഷേ മഹേഷ് സർ, ഇതിൽ സത്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ സംസാരിച്ചപ്പോൾ, അതായത് നേരിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞതാണ്, അതായത് എന്റെ അടുത്ത് ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായ തെളിവുകളുണ്ട്, മഹേഷ് ഭട്ടിനും ദാവൂദ് ഇബ്രാഹിമിനും തമ്മിൽ ബന്ധമുണ്ട്, മഹേഷ് ഭട്ട് ദാവൂദ് ഇബ്രാഹിമിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. രജത് സാർ, അയാളുടെ കയ്യിൽ തെളിവുകളുണ്ടെങ്കിൽ ഞാൻ കൈകൂപ്പി പറയുകയാണ്. രവി പൂജാരി സാർ ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് തന്നെ പറയുകയാണ്, അഥവാ നിങ്ങളുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് ഇന്ത്യ ഇന്റലിജൻസിന്റെ കയ്യിൽ കൊടുക്കൂ. ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെ മുന്നിലേക്കും കൊടുക്കൂ. അതിനുശേഷം എല്ലാ കാര്യങ്ങളും പുറത്തു വരില്ലേ, പ്രശ്നം തീർന്നില്ലേ? ഇതിന്റെ മറുപടി പോലീസാണ് പറയേണ്ടത്. പോലീസുണ്ട്, ഇന്റലിജൻസ് ബ്യൂറോ ഉണ്ട്, അതുപോലെ CBI ഉണ്ട്, അതുപോലെ റോയ് ഉണ്ട്, ഒരുപാട് പോലീസ് ഓഫീസേഴ്സും ഉണ്ട്. എന്താ അവർക്കൊന്നും ഈ കാര്യങ്ങളൊന്നും അറിയില്ലേ? അല്ലാതെ വെറുതെ എന്റെ പേരിൽ കുറ്റമൊന്നും ആരോപിക്കരുത്. പോലീസിനറിയാതെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കൂ. പക്ഷെ മഹേഷ് സാർ, പോലീസ് താങ്കളെ സംരക്ഷിച്ചില്ല. താങ്കളുടെ ഓഫീസിൽ വെടിവെപ്പ് നടന്നു. അതിലൊരു വ്യക്തി താങ്കളെ വെടിവെച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. പോകുമ്പോൾ ഭീഷണിപ്പെടുത്തിട്ട് പോകുന്നു. അതാണ് ഒരു യഥാർത്ഥ ഗാങ്സ്റ്ററിന്റെ ശക്തി. ഞാൻ മനസ്സ് വെച്ചാൽ താങ്കളെ എവിടെ വെച്ച് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വെടിവെക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോവുകയാണ്. അതായത് ഭയമുണ്ടാക്കുന്ന കാര്യത്തിൽ അവൻ തോറ്റുപോയി. ഒരുപക്ഷെ എന്നെ വെടിവെക്കാം, കൊല്ലാം, എന്തു വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അവന്റെ ലക്ഷ്യം എന്തായിരുന്നെന്ന് വെച്ചാൽ, എന്നെ ഭയപ്പെടുത്തി ഒരു പേടിച്ചോടുന്ന നായയെപ്പോലെ ഞാൻ ഏതെങ്കിലും മൂലയിൽ പോയി ഒളിക്കുമെന്നാണ് വിചാരിച്ചത്. ഞാൻ തുറന്നു പറയുകയാണ്, ഞാൻ ആരെയും പേടിക്കില്ല. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാൻ പറ്റും, പക്ഷേ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി സംസാരിച്ചാൽ അതിൻ്റെ മറുപടി ഇതാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് വെറുതെ കാത്തിരിക്കുന്നത്? ഇപ്പൊ തന്നെ വന്ന് വെടിവെച്ചോളൂ. പക്ഷെ സാർ, പോലീസ് ഒരു പ്രാവശ്യം പോലും പറഞ്ഞിട്ടില്ല മഹേഷ് ഭട്ടിനും അണ്ടർവേൾഡിനും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന്. മഹേഷ് ഭട്ട് നല്ലവനാണ്, കളങ്കരഹിതനാണ് എന്ന് പറഞ്ഞു. സാർ, എനിക്ക് ഒരു പോലീസുകാരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. എനിക്ക് ഈ രാജ്യത്തിലെ ഒരു നേതാവും സർട്ടിഫിക്കറ്റ് തരണ്ട. ഞാൻ ഈ ജനങ്ങളുടെ മുന്നിലൊന്നും പോയി കൈകൂപ്പി ചോദിക്കുകയില്ല, എനിക്ക് സർട്ടിഫിക്കറ്റ് തരൂ, എന്നെ സഹായിക്കൂ എന്നൊക്കെ. ആ ഗാങ്സ്റ്റർ എന്റെ മേൽ പഴിചാരുകയാണ്. എനിക്ക് അണ്ടർവേൾഡുമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന്, എനിക്ക് ക്ലെയിം സർട്ടിഫിക്കറ്റ് തരൂ എന്ന് ഞാൻ ആരോടും പറയില്ല. എന്റെ മനസ്സില്, എന്റെ ശരീരത്തിൽ ഓടുന്ന രക്തത്തിനറിയാം ഞാൻ നല്ലവനാണെന്ന്. ഇതൊക്കെ കേട്ടതിന് ശേഷവും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ ദൗർഭാഗ്യം. ഞാൻ മുൻപ് പറഞ്ഞത് തന്നെ ഇപ്പോഴും പറയുകയാണ്, അതായത് ഞാൻ അന്ധന്മാർ ജീവിക്കുന്ന നഗരത്തിലാണ് കണ്ണാടി വിൽക്കാൻ വന്നിരിക്കുന്നത്. അതെന്റെ ദൗർഭാഗ്യമാണ്. ബട്ട് സാർ, നമുക്ക് നേരിട്ട് തന്നെ കുറ്റത്തിലോട്ട് കടക്കാം. വളരെ നേരം രവി പൂജാരി സംസാരിച്ചു, വലിയ കുറ്റങ്ങളാണ് ആരോപിച്ചിരിക്കുന്നത്. ആ ഗാങ്സ്റ്റർ എവിടെ നിന്നാണ് സംസാരിച്ചതെന്നറിയില്ല, എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നറിയില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് താങ്കൾ മാജിദ് മേനോനൊപ്പം വളരെ ക്ലോസ് ആണ്, അണ്ടർവേൾഡിലുള്ളവർക്ക് വേണ്ടി താങ്കൾ ഡിഫെൻസ് ചെയ്യുന്നു എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഈ ചോദ്യം
റാം ജെഠ്മലാനിനടുത്ത് ചോദിക്കാൻ പറ്റുമോ? കാരണം അദ്ദേഹം ദേശദ്രോഹികൾ എന്ന് വിളിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറ്റവാളികൾ എന്ന് പറയുന്ന ആൾക്കാരെ സംരക്ഷിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ചോദ്യം എന്നോട് ചോദിക്കുന്നത്? അടിച്ചമർത്തപ്പെട്ടവരെ സംരക്ഷിക്കുന്നത് കൊണ്ടാണോ? മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വെറും അലിഗേഷൻ മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആരെയും കുറ്റവാളി എന്ന് പറയാൻ കഴിയില്ല. വെറുതെ കുറ്റം ആരോപിക്കരുത്. നമ്മുടെ രാജ്യം വ്യക്തി സ്വാതന്ത്ര്യമുള്ള രാജ്യമാണെന്നാണ് പറയാറ്. നീതിന്യായ കോടതി ഒരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നത് വരെ ആരെയും കുറ്റവാളി എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് അനുമതി ഇല്ല. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അത്രയേറെ ശ്രമിച്ചിട്ടും ഇന്നും സദാം ഹുസൈന് മേൽ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുക. ആ വിചാരണ പൂർണ്ണമായി തീർന്നത് വരെ നിങ്ങൾക്ക് അയാളെ കുറ്റവാളി എന്ന് പറയാൻ കഴിയില്ല. ഇതാണ് ആധുനിക സമൂഹത്തിനും കുറ്റവാളികൾക്കിടയിലുമുള്ള വ്യത്യാസം. അവരുടെ എതിർപ്പ് എന്താണെന്ന് വെച്ചാൽ, മാജിദ് മേനോനെതിരായിട്ട് വെടിവെപ്പ് നടന്നപ്പോ അവരുടെ വീട്ടിലേക്ക് പോയ ആദ്യത്തെ വ്യക്തി താങ്കളാണെന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? എന്റെ സഹോദരന് മേൽ ഒരു ആക്രമണം നടന്നാൽ ഞാൻ അവിടെ പോകണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. നമ്മുടെ സംസ്കാരം മുഴുവൻ നശിപ്പിക്കണമെന്നാണ് പറയുന്നത്. നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ അവരുടെ കണ്ണീര് ഞാൻ തുടയ്ക്കണമെന്നാണ് പറയുന്നത്. ഞാൻ പോയി അവരുടെ കുട്ടികളെ കയ്യിൽ പിടിച്ച് നിങ്ങൾ തനിച്ചല്ല, ഞാനുണ്ട്, ഞാൻ അവരുടെ കുടുംബത്തിനെ ആശ്വസിപ്പിച്ച് അവരുടെ കൂടെ ഉണ്ടെന്ന് ഞാൻ പറയുന്നത് അത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ കുറ്റമാണോ? ഈ നാടിന്റെ സംസ്കാരം തന്നെ ഇതാണ്. വിഷമ കാലഘട്ടത്തിൽ നമ്മൾ മറ്റൊരാൾക്ക് തുണയായിരിക്കണം. അതല്ല ഞാൻ ചെയ്തത്. ഒരു മനുഷ്യന്റെ കടമയാണ് ഞാൻ ചെയ്തത്. അതിനെ കുറ്റവാളി എന്ന് വിധിക്കുകയാണോ? അവർ പറയുന്നത് ഗാങ്സ്റ്റേഴ്സിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നവര്, അണ്ടർവേൾഡിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നവര് അവർക്കൊരിക്കലും ദേശഭക്തി കാണില്ലെന്നാണ്. രജത് സാർ, മറ്റുള്ളവരുടെ മുൻപിൽ മറയ്ക്കാൻ ഒരു കാര്യമുണ്ടെങ്കിൽ ഇതുപോലെ നെഞ്ചിൽ തട്ടി ഞാൻ ഇങ്ങനെ പറയുകയില്ല. ഒളിച്ചു വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് വീട് വിട്ട് പുറത്ത് വരികയില്ല. എന്റെ മുന്നിൽ പല ആൾക്കാരുണ്ട്. അവർക്ക് ഒളിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുമുണ്ട്. അണ്ടർവേൾഡ് എന്ന പേര് കേട്ടാലേ പേടിച്ച് വിറയ്ക്കും. പക്ഷേ ഞാൻ അണ്ടർവേൾഡിനെ പറ്റി പുറത്തു വന്ന് ഉച്ചത്തിൽ സംസാരിക്കുന്നു. ആർക്കെങ്കിലും എതിരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും മുന്നിലാണ് സംസാരിക്കുന്നത്. ഞാനൊന്നും മറയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ധൈര്യം, എന്റെ സത്യസന്ധത, ഞാൻ പറയുന്ന ഈ പേടിയില്ലാത്ത ശബ്ദം, ഇതൊക്കെ എന്നിൽ എന്നും ഉണ്ടാവും. എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു യുദ്ധത്തിന് മുന്നിൽ നെഞ്ചും വിരിച്ചാണ് നിൽക്കുന്നത്. കാരണം ഞാൻ ഒരു തുറന്ന പുസ്തകമാണ്. ആർക്ക് വേണമെങ്കിലും അത് വായിക്കാം. താങ്കളുടെ ശബ്ദത്തിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ ശൗര്യമാണുള്ളത്, പരശുരാമന്റെ ശക്തിയുമുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ സാഹചര്യം എന്താണെന്നാൽ, ഏകലവ്യന്റെ തള്ളവിരൽ മുറിച്ചു മാറ്റപ്പെട്ടു, കർണന്റെ കവച കുണ്ടലങ്ങൾ അപഹരിക്കപ്പെട്ടു. എന്നാലും ഞങ്ങൾ എല്ലാവരും താങ്കളുടെ കൂടെ തന്നെയുണ്ട്. ശരിയാണ്. നിങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞതാണ് ഞാൻ ഉണ്ടാക്കിയ സ്വത്ത്. ഞാൻ എന്റെ ആളുകൾക്കിടയിൽ നിന്നും ഇതാണ് പ്രതീക്ഷിച്ചത്. എന്റെ സ്വഭാവത്തെപ്പറ്റിയുള്ള പ്രൂഫ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്നത് വരെ ഞാൻ ജീവനോടെ ഇരിക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ ഏതൊരു വിധത്തിലുള്ള ഗാങ്സ്റ്ററുമായിട്ടും പോലീസുകാരുമായിട്ടും ഒരു ബന്ധമുള്ള ആളല്ല. ഒരു രാഷ്ട്രീയക്കാരനടുത്തും ഞാൻ എൻ്റെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് വേണ്ടി പോയിട്ടില്ല. ജനങ്ങളുടെ മനസ്സിൽ അത് മനസ്സിലാക്കാനുള്ള വികാരമുണ്ട്. നിങ്ങളുടെ കണ്ണുകളിൽ അത് മനസ്സിലാക്കാനുള്ള ശക്തിയുമുണ്ട്. നിങ്ങൾക്ക് ശരിക്കും എന്നെ ഒന്ന് നോക്കിയാൽ മനസ്സിലാകും. അതെന്താണെന്ന് വെച്ചാൽ, ഈ മനുഷ്യന്റെ ക്യാരക്ടർ എന്താണ്, ഇയാള് സത്യസന്ധനാണോ ഇല്ലോ എന്ന് നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ജയിച്ചിരിക്കുന്നു. താങ്ക് യു. ബട്ട് സർ, താങ്കൾ ജയിച്ചെന്ന് പറയുന്നതിനുള്ളിൽ ഞാൻ താങ്കളുടെ കണ്ണുകളിലേക്ക് നോക്കി 2-3 ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. താങ്കളുടെ ജീവിതത്തിൽ ഇതുവരെ ദാവൂദ് ഇബ്രാഹിം, ഛോട്ടാ ഷക്കീൽ അതുപോലുള്ള ഗാങ്സ്റ്റേഴ്സിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. താങ്കൾ ദാവൂദ് ഇബ്രാഹിമിന്റെ അടുത്ത് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടോ? അനീസ് ഇബ്രാഹിമിന്റെ അടുത്ത്, ഛോട്ടാ ഷക്കീലിന്റെ അടുത്ത്? ഇല്ല. അണ്ടർവേൾഡിലുള്ളവർക്കും താങ്കൾക്കും യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ലെന്നാണോ പറഞ്ഞു വരുന്നത്? അബുസലീം എനിക്ക് ഫോൺ ചെയ്തിരുന്നു. ഫോൺ ചെയ്തിട്ട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരെ ഭീഷണിപ്പെടുത്തുന്നു, അവർ ഞങ്ങൾക്ക് കാശ് തരാൻ തയ്യാറാണ്, നീ എന്തിനാണ് പോലീസിനടുത്തേക്ക് അയക്കുന്നതെന്ന് ചോദിച്ചു. അതിന് ഞാൻ പറഞ്ഞത്, എന്റെ പൂർവികർ പറഞ്ഞിട്ടുള്ളത് അടുത്ത വീട്ടിലൊരു മോഷണം നടന്നാൽ അത് പോലീസിനടുത്ത് പറയണമെന്നാണ്. അവർ ചെയ്തത് എന്താണോ അതുതന്നെയാണ് ഞാനും തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനവർ ചിരിച്ചു. അദ്ദേഹം എനിക്ക് ഫോൺ ചെയ്തത് എന്നെ ഭീഷണിപ്പെടുത്താനോ പേടിപ്പിക്കാനോ വേണ്ടിയല്ല. അദ്ദേഹം പറഞ്ഞത്, വേണമെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞു പോലീസിനടുത്ത് പറയാൻ പാടില്ല എന്നാണ്. പോലീസിനടുത്തേക്ക് അയക്കരുത്, അങ്ങനെ ചെയ്താൽ കോമ്പറ്റീഷൻ വരും, നിങ്ങൾ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഞങ്ങൾ കൊല്ലുമെന്ന്. ആ കാര്യവും അപ്പോൾ തന്നെ ഞാൻ പോലീസിനോട് പറഞ്ഞു. അദ്ദേഹം എന്നെ ഭീഷണിപ്പെടുത്തിയില്ല, പേടിപ്പിച്ചുമില്ല. പക്ഷെ അവർ പറഞ്ഞത്, നിങ്ങൾ പോലീസിനടുത്തേക്ക് ആരെയും അയക്കരുത് എന്ന് തന്നെയാണ്.